നമുക്ക് ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അച്യുതന്റെ അടുത്തേക്ക് അലോക് ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് തോന്നി ഇതിനകത്ത് എന്തൊക്കെയോ നാടകം ഉണ്ടെന്ന് തോന്നേ. ചെറിയച്ഛനും ആ ഗോമതി സ്റ്റോഴ്സ് ബാലനുമായിട്ട് നാടകോ? എന്ത് നാടകം? എനിക്ക് തോന്നുന്ന മിക്കവാറും ഉണ്ടല്ലോ ഈ ഈ പറയുന്ന ചെറിയച്ഛൻ ഇങ്ങോട്ടേക്ക് ഗോമതി സ്റ്റോഴ്സ് ബാലൻ പറഞ്ഞു വിട്ടാന്ന് തോന്നേ. അതിനുള്ള ലക്ഷണങ്ങളൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും അച്ഛനും പറഞ്ഞു, ഒരിക്കലും ഇല്ലടാ, അങ്ങനെയൊന്നുമല്ല. ഇത് ശരിക്കും അവൻ പിണങ്ങി വന്നു തന്നെയാ. അല്ല, അച്ഛൻ ഉറപ്പാണോന്ന് ചോദിച്ചു. എനിക്ക് ഉറപ്പ് തന്നെ ആ കാര്യത്തില്. എടാ, നമ്മൾ എന്താണെങ്കിലും ധർമ്മനെ വെച്ചൊരു കളി കളിക്കാൻ പോവാ. എന്ത് കളി? എടാ, നീ കണ്ടോ? നീ കളി കാണാനായിട്ട് പോകുന്നുള്ളൂ. ഇപ്പൊ കണ്ടോ? ഇപ്പോഴാണ് ആകെപ്പാടെ ഉള്ള ഒരു കടയെന്ന് പറഞ്ഞാൽ ആ ഗോമതി സ്റ്റോഴ്സ് ബാലിന്റെ കട. ആ പരിസരത്ത് അതല്ലേ ഉള്ളൂ. അതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു കട വന്നാലോ? അത് ബാലിന് അടിയല്ലേ വരാൻ പോന്നേ. നമുക്ക് നോക്കാം എന്താ ചെയ്യണ്ടേന്ന്. എന്താണെങ്കിലും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും അലോകന് ചെറിയൊരു സന്തോഷമൊക്കെ ആയി. ഇതേ സമയത്ത് ആകെപ്പാടെ വിഷമിച്ച് അനുശ്രീ ഇരിക്കുമ്പോഴത്തേന് ഇന്ദിരാമ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ ഇന്ദിരാമ അനുശ്രീ സംസാരിക്കുന്ന സമയത്ത് ഇന്ദിരാമ പറഞ്ഞു, ആദ്യം അതെ മോളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ബാലൻ. ഇപ്പോഴാണ്ടേ ധർമ്മനെ അങ്ങനെ ഒരിക്കലും എന്റെ അച്ഛൻ ചെയ്യില്ല. അതെ, മാമനെ അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റില്ല. എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായേക്കുന്ന മാമന്. അല്ലെങ്കിലും അച്ഛൻ അങ്ങനെ മാമനെ മോഷ്ടാവൊന്നും പറയത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് തന്നെയാ. അല്ലെങ്കിൽ ഒരിക്കലും ധർമ്മൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല. ചെറിയ കാര്യത്തിനൊന്നും ധർമ്മൻ അങ്ങനെ പിണങ്ങി വരുന്നവനല്ല. അതും ബാലന്റെ അടുത്തുനിന്ന്. ഇപ്പൊ എല്ലാത്തിനും സമാധാനമായി കാണുമായിരിക്കും. പാവം എന്റെ മോന്. അവൻ എനിക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവന്റെ മനസ്സ് അത്ര നൊന്തിട്ടാന്നും പറഞ്ഞുകൊണ്ട് ഇന്ദിരാമ അങ്ങോട്ട് പോയി. അത് കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര സങ്കടം അനുസരിക്കുമായി. ഈ സമയത്ത് മുറിയിലേക്ക് വന്ന ശ്രീദേവിയോട് ആനന്ദ് പറഞ്ഞു, ഇപ്പൊ നിനക്ക് സമാധാനമായി ലേടിന്ന് ചോദിച്ചു. ഒരു നിമിഷം ശ്രീദേവി ഞെട്ടിപ്പോയി. എന്താ ആനന്ദേട്ടാ? പാവം പിടിച്ച മാമനെ വീട്ടിൽ നിന്ന് പുറത്തായി കഴിഞ്ഞപ്പോ നിനക്ക് സമാധാനമായല്ലോ. അവളുടെ ഒരു 25,000 രൂപ. അയ്യോ, അതിന് ആനന്ദേട്ടൻ എന്നെ എന്തിനാ കുറ്റം പറയണേ? ഞാൻ എന്റെ ജോലി ചെയ്യുന്ന മാത്രമല്ലേ ഉള്ളൂ. ആ 25,000 രൂപ കാണാതെ പോയ സമയത്ത് ഞാനത് ബാലച്ചനോട് പറഞ്ഞു. അത് ഇത്ര വലിയ പ്രശ്നമാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എടി, എനിക്ക് തോന്നാ 25,000 രൂപ നീ എടുത്താന്ന് തോന്നേ. മിക്കവാറും നീ എടുത്തിട്ട് നീ കള്ളത്തരം കാണിച്ചിരിക്കുമായിരിക്കും. നീ എടുത്ത് കീശ വെച്ചിട്ട് പൈസ കാണാനില്ലെന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും. ദേ ആനന്ദേട്ടാ, ഇങ്ങനൊന്നും പറയരുത് കേട്ടോ, ദൈവദോഷം കിട്ടും. ഞാൻ സഹോദരനെ പോലെ കാണുന്ന ആളാണ് ധർമ്മമാമൻ. മാമനെ ഞാൻ ചതിക്കാനായിട്ടാ. ഒരിക്കലും അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. എടി, നീ കൂടുതൽ നാടകം കളിക്കണ്ട എന്റെ മുന്നില്. മിക്കവാറും സത്യം അതായിരിക്കും. നീ മാമനെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ചെയ്താണെന്ന് എനിക്ക് സംശയമുണ്ട്. സഹോദരനെ പോലെ കാണുന്ന പോലും. എടി, നീ എന്നെ എന്റെ കുടുംബത്തെ ചതിച്ചല്ലേ? അപ്പൊ നീ ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് അവളുടെ ഒരു അഭിനയം. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, എന്താണ് ചേട്ടാ ഇങ്ങനെ പറയണേ? ഞാൻ അതിന് മാമനെ ചതിക്കാൻ കൂട്ടു നിൽക്കുമെന്നാണോ തോന്നുന്നേ? ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനൊന്നും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി കരയുവാണ്. ഈ സമയത്ത് വല്ലാത്ത സങ്കടത്തിലായിരുന്നു ഗോമതി ബാലനോട് പറഞ്ഞു, ആ ദേവിപൂജ നടത്തിയില്ലല്ലോ. അത് മുടങ്ങിയതിന്റെ പേരിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുവല്ലേ. ആദ്യം അനു പോയി, ഇപ്പോഴാണ്ട് ധർമ്മനും വീട് വിട്ട് ഇറങ്ങിയിരിക്കുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ബാലേട്ട. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അതെ, നീ സമാധാനമായിട്ടിരിക്കും ഗോമതി. എങ്ങനെ ആവാനായിട്ടാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാവം ധർമ്മന്. ബാലേട്ടൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. എടി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചല്ല. അവൻ ആ പൈസ എടുത്തെങ്കിൽ അവനത് പറഞ്ഞാൽ പോരെ? 25,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. അതെ ബാലേട്ടാ, 25,000 രൂപ. പക്ഷേങ്കില് അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ അവനത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായി. എടി, അവൻ ആ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് അതും കൂടി പറഞ്ഞാൽ പോരായിരുന്നോ? ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാകുമായിരുന്നോ? അവൻ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം ഞാൻ അവനോട് അങ്ങനെ ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ അവനെ പോയി വിളിക്കാം. ഞാനൊന്ന് വിളിച്ചിട്ടുണ്ട്, അവന് ഓടി വരുമെന്ന് പറഞ്ഞു. കോമതി പറഞ്ഞു, എന്താണെങ്കിലും ഈ രാത്രി സമയത്ത് വേണ്ട, നാളെ നേരം വെളുക്കട്ടെ. നേരം വെളുത്ത് കഴിയുമ്പോൾ ബാലേട്ടൻ വിളിച്ചാൽ മതി. ബാലൻ പറഞ്ഞു, ഞാനൊന്ന് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരിക്കും അവന്. കോമതി പറഞ്ഞു, ഇതിനു മുമ്പ് അവനെ പോയിട്ടുണ്ട്, എന്നിട്ട് അതേപടി തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ ബാലേട്ട. ബാലേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. നാളെ രാവിലെ ബാലേട്ടൻ വിളിക്കുമ്പോഴത്തേനും അവൻ ഇങ്ങോട്ടേക്ക് വരും. ആ ഒരു കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്ന് പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ധർമ്മൻ ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ളത്. ഈ സമയത്ത്
അലോക് മുറിയിലേക്ക് വരുന്നേ. മുറിയിലേക്ക് വന്നപ്പോൾ സുകന്യ ആകെപ്പാടെ സങ്കടത്തിരിക്കോ. ഓ, കൊച്ചച്ഛൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതിന്റെ സങ്കടമാന്നാ തോന്നുന്നേ. പിന്നീട് അലോക് സുകന്യ ഒന്ന് പ്രകോപിപ്പിക്കാണ്ട് ശ്രമിക്കുകയാണ്. എടി, കൊച്ചച്ഛനെ നിന്റെ അച്ഛനും അമ്മയെ എല്ലാരും കൂടെ ചേർന്ന് അവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്തൊക്കെയായിരുന്നു നീ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നേ? ഓ, ദേവമംഗലം ദേവലോകമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുവല്ലായിരുന്നോ? ഗോമതി സ്റ്റോഴ്സ് ബാലൻ ഏതാണ്ട് പുണ്യാളന്, അതുപോലെ തന്നെ ഗോമതിയോ ദൈവത്തിന്റെ അവതാരങ്ങളാന്നും പറഞ്ഞിരുന്നല്ലേ. എന്നിട്ട് എന്തായി ഒടുവില്? ഒരു തെറ്റും ചെയ്യാത്ത പാവ എന്റെ കൊച്ചച്ഛനെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേടി. ഇപ്പൊ നിനക്കൊക്കെ സമാധാനമായി കാണുമല്ലോ അല്ലേ? എടി വൃത്തികെട്ടവളെ, നാണമില്ലാത്തവളെ, അതിന് മാത്രം എന്ത് തെറ്റാടി എന്റെ കൊച്ചച്ഛൻ ചെയ്ത്? എന്നിട്ടോ ഒന്നും അറിയത്തില്ലാത്ത മട്ടില് നിന്റെ ഗോമതി സ്റ്റോഴ്സ് ബാലനൊക്കെ ഇരിക്കണ പോലും. അത് കേട്ടപ്പം അനു പറഞ്ഞു, ദേ അല്ലോകെ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പാടില്ല. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരു സമാധാനം ഇല്ലാതിരിക്കുക. എടി, നിന്റെ സമാധാനക്കേടിന്റെ കാരണം ആരെടി? ഞാനാണോ? അല്ലല്ലോ. എടി, നിന്റെ അച്ഛനും അമ്മയുവാ എല്ലാത്തിനും കാരണം. എന്നിട്ടോ ഇപ്പൊ കണ്ടില്ലേ, മാമനും അവിടെ നിങ്ങോട്ടേക്ക്, നിന്റെ മാമനും അവിടെ നിങ്ങോട്ടേക്ക് പോകുന്നു. ഇനി എന്തായാലും കൊച്ചച്ഛൻ അങ്ങോട്ടേക്ക് പോവാനായിട്ട് പോകുന്നില്ല. നീ കണ്ടോടി, കോമതി സ്റ്റോഴ്സ് ബാലന്റെ പതനം തുടങ്ങിയടി. ഇനിയാണ് കാഴ്ചകളൊക്കെ കാണാൻ പോന്നെ. കുറെ സമയം ഇങ്ങനെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനുശ്രീക്ക് വല്ലാത്ത ടെൻഷനായി. അനുശ്രീ പറഞ്ഞു, ദേ അലോക് ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഇല്ലടി, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെങ്കിൽ അലോക് ഇവിടെ കിടന്ന് പറ, ഞാൻ ആ പുറത്തെങ്ങാനും പോയി കിടന്നാളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലോക് എഴുന്നേറ്റു. ആ സമയത്ത് അനുശ്രീ ഒരു ബെഡ്ഷീറ്റും തലയോണയും കൂടെ എടുക്കുവാണ്. നീ എങ്ങോട്ടാ പോന്നേ? അതെ, കൊച്ചച്ഛനും സുകന്യേച്ചിയും വന്നോണ്ട് അവർക്ക് അവിടെ മുറി കൊടുത്തു. ഇനിയിപ്പം നിനക്ക് കിടക്കാനായിട്ട് പുറത്തു പോയിട്ടുണ്ട് മുറിയും കാര്യങ്ങളൊന്നുമില്ല. നീ ഹാളിലോ വരാന്തയിലോ എവിടെയെങ്കിലും കിടക്കേണ്ടി വരും. അങ്ങനെ പോയി കിടന്നിട്ടുണ്ടെങ്കിലേ നിന്റെ കള്ളത്തരങ്ങളൊക്കെ വെളിച്ച് താവൂടി. നീ പുറത്തു പോയി കിടക്ക്. എന്നിട്ട് വേണം എനിക്ക് എല്ലാവരോടും നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ. നമ്മൾ എങ്ങനെയാണ് കല്യാണം കഴിച്ചതെന്നൊക്കെയുള്ള. പെട്ടെന്ന് തന്നെ പോടി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനുവിന് ഭയങ്കര വിഷമമായി. അനു തിരിച്ചു വന്ന് വീണ്ടും വന്ന് കട്ടിലെ കയറി കിടന്നു. ഇങ്ങനെ തന്നെ വരട്ടെ. അനുവിന് സങ്കടം സഹിക്കാൻ പറ്റില്ല. അനുവിടെ കിടന്ന് പൊട്ടിക്കരയുമ്പോഴത്തേനും അലോക് പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ടിട്ട് നിന്റെ ഈ കരച്ചില്. ഇനി നീ എന്നും ഇങ്ങനെ കരയണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ എന്നിട്ട് അലോക് പോയി AC അങ്ങോട്ട് ഓഫ് ചെയ്തു. അങ്ങനെ AC-ക്കകത്ത് നീ കിടന്ന് സൂയിക്കണ്ടേ. ഇപ്പം നിനക്ക് അങ്ങനെ AC വേണ്ട. അവൾ AC-ക്കകത്ത് കിടന്ന് സൂയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് അങ്ങോട്ട് AC ഓഫ് ചെയ്തു. സന്തോഷത്തോടെ കയറി കിടക്കുവാണ്. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ സുകന്യ ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് ധർമ്മന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ ധർമ്മേട്ട, എന്നാലും ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കഴിയേണ്ടവരല്ലേ. ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്. ഇത്രയും നാളും ദേ ബാലേട്ടാന്ന് വിളിച്ച് പിന്നാലെ നടന്നിട്ട് ഒടുവിൽ ബാലേട്ടൻ നല്ല പണി തന്നില്ലേ. ഈ തീരുമാനം നേരത്തെ തന്നെ ധർമ്മേട്ടനെ എടുക്കേണ്ടതായിരുന്നു. അല്ലെങ്കിലും അതിനുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ധർമ്മേട്ടനോടുള്ളൂ അവർക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ 25,000 രൂപയുടെ പേരിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ അവരുണ്ടാക്കുമായിരുന്നോ? ധർമ്മേട്ടൻ ഇപ്പം ആരായി? ഒരു മോഷ്ടാവായില്ലേന്ന് ചോദിച്ചു. മാക്സിമം വിഷം കുത്തി നിറയ്ക്കുവാണ് ധർമ്മന്റെ മനസ്സിലേക്ക്. കുറച്ച് സമയം കഴിഞ്ഞപ്പം ധർമ്മം മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഈ സമയത്ത് ബാലന് മതിലിന്റെ അരിയിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ഗോമതിയും പിന്നാലെ വന്നു. പിന്നീട് ധർമ്മനെ വിളിക്കുകയാണ്. ധർമ്മാന്നും പറഞ്ഞ് വിളിച്ചു. ധർമ്മം തിരിഞ്ഞു നോക്കി. എടാ ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറഞ്ഞു. പക്ഷെ ധർമ്മൻ അവിടെ തന്നെ നിന്നു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ ഇങ്ങോട്ടേക്ക് വന്നേടാ മോനെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മനും അവിടേക്ക് വരുവാണ്. എന്താന്ന് ചോദിച്ചു. ഈ സമയത്ത് ദേവമംഗലത്തുള്ളവരും കൃഷ്ണമംഗലത്തുള്ളവരും എല്ലാവരും കൂടെ ഇറങ്ങി വരുവാണ്. ആ സമയം ബാലൻ പറഞ്ഞു, എടാ ഇന്നലെ അങ്ങനെ ഞാൻ പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. നീ എന്നോട് ക്ഷമിക്കടാ. എടാ അപ്പോഴത്തെ ആ ഒരു ഇതിൽ ഞാൻ അങ്ങനെ പറഞ്ഞ നിനക്ക് എന്നെ അറിയാവുന്നതല്ലേ. ദേഷ്യം വന്നു കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. പിന്നെ അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളെ നീയാ. നീ ഇങ്ങോട്ടേക്ക് വാടാ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണോ. അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു, അതിന് നിങ്ങളാരാന്ന് ഒരൊറ്റ ചോദ്യമായിരുന്നു. ഇതൊക്കെ എന്നോട് പറയാൻ നിങ്ങളാരാ? അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമംഗലത്തുള്ള അലോകിന്റെ അച്യുതന്റെ ഒക്കെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി ഉണ്ടായി. ആ സമയത്ത് ഗോമതി പറഞ്ഞു, എന്താടാ മോനെ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഇത് ബാലേട്ടനല്ലേ? എന്നിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അപ്പോഴേക്കും ആര്യം പറഞ്ഞു, മാമൻ ഇങ്ങോട്ടേക്ക് വാ. ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അത് അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ തെറ്റാ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മിത്രൻ പറഞ്ഞു, അതെ കൊച്ചച്ഛൻ ഇങ്ങോട്ടേക്ക് വരണം. കൊച്ചൻ ഇല്ലാതെ ഈ വീട് ഉറങ്ങിയതുപോലെയാന്ന് പറഞ്ഞു. എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ഞാൻ എങ്ങോട്ടേക്ക് വരാനോ? ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എടാ ധർമ്മ എന്നോട് ക്ഷമിക്കടാ. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അങ്ങ് സംഭവിച്ചു പോയതാന്ന് പറഞ്ഞു. അത് കേട്ടതും ധർമ്മം പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമ ചോദിക്കുന്നോ? അതിന്റെ ആവശ്യമൊന്നുമില്ല.
ഇനി ക്ഷമ ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത്രയും നാൾ ഞാൻ നിങ്ങളെ കണ്ടത് എങ്ങനെയാണെന്നറിയാവോ? നിങ്ങളെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ കണ്ടേ. പക്ഷെ നിങ്ങൾ എന്നെ കണ്ട ഒരു മോഷ്ടാവായിട്ടാണ് കണ്ടത്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. എന്നെ വേറെ എന്ത് വേണം നിങ്ങൾ പറഞ്ഞോ. എനിക്ക് ഏത് വിധേനെ വേണം എന്നെ കുറ്റപ്പെടുത്തിക്കോ. പക്ഷേ മോഷ്ടാവെന്ന് പറഞ്ഞാൽ മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതാര് പറഞ്ഞാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, എടാ വേണ്ട, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ 25,000 രൂപയുടെ കണക്ക് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ കണക്ക് നോക്കുവാണെങ്കിൽ ലക്ഷങ്ങൾ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ടാ തരണ്ടേന്ന് പറഞ്ഞു. ഒരു നിമിഷം ബാലിന് ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.